എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലോയുടെ കുറച്ചധികം ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് CSEB ഫോക്കസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഏകദേശം 15 മാർക്കിനാണ് നമ്മുടെ കോപ്പറേറ്റീവ് ലോയിൽ നിന്നും ചോദ്യങ്ങൾ സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ പരീക്ഷയ്ക്ക് വരുന്നത്. ഇതുവരെ ചോദിച്ച, അതായത് നമുക്ക് സിലബസ് മാറിയതിന് ശേഷം നമുക്ക് ചോദിച്ച ചോദ്യ പേപ്പറുകളിൽ നിന്നും ഒരു 13 ക്വസ്റ്റ്യനോളം അല്ലെങ്കിൽ ഒരു 12 ക്വസ്റ്റ്യനോളം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ, ട്രിബ്യൂണൽ, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു, എങ്ങനെ അവിടെ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, എങ്ങനെയാണ് അവർ മെമ്പർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കുറച്ചധികം സെക്ഷൻസുകൾ എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുമ്പോൾ ലോൺ കൊടുക്കുമല്ലോ, ഡെപ്പോസിറ്റ് വാങ്ങിക്കുമല്ലോ, നമ്മുടെ ലാഭം ഡിസ്പോസ് ചെയ്യുമല്ലോ. ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും ക്വസ്റ്റ്യനകത്ത് ശരിക്കും ഫോക്കസ്ഡ് ആയിട്ട് വരാറുള്ളത്. ഈ ഒരു ക്ലാസ് നമ്മളെന്ന് വെച്ചാൽ ഒരിക്കലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്ലാസ് അല്ല, ഒരു അവയർനെസ് ക്ലാസ് ആണ്. ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ലോയിലെ മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നോർമലി ഇത് മൊത്തം പഠിച്ചാൽ ഒരു 13 to 14 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ ഈ ലക്ഷ്യം കുറച്ച് വേറെയും ഈ ഭാഗം തന്നെ പഠിച്ചു തീരാൻ നല്ല ടൈം എടുക്കും. ഓക്കെ, എങ്കിലും എല്ലാ കാര്യങ്ങളും ഓടിച്ചിട്ട് പോകണം. എന്നാൽ പോലും ഒരു പെട്ടെന്ന് നമുക്കൊരു എക്സാം പാസ്സാവണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ ഉറപ്പായും നിങ്ങൾക്ക് 13 മാർക്ക് കിട്ടും, ഷുവറായിട്ടും കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നുള്ളത് വളരെ വിശദീകരിച്ച് തന്നെ. ഈ ഭാഗങ്ങളെ എങ്ങനെ പഠിക്കണം, കാര്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് നോക്കാം, ഓരോ ഭാഗങ്ങളും നോക്കാം. രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? രജിസ്ട്രേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ടൊരു ചീഫ് പ്രൊമോട്ടർ, അതായത് ആരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിന് മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി മുന്നോട്ട് വന്ന് 25 ഡിഫറെന്റ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ ചേർത്തുകൊണ്ട് തന്നെ, ഈ ഡിഫറെന്റ് ഫാമിലിയിൽ എന്നുള്ളത് പ്രത്യേകം പഠിക്കണം, ഡിഫറെന്റ് പേഴ്സൺസ് ആയിരിക്കണം, വ്യക്തികളായിരിക്കാം, സ്ഥാപനങ്ങൾക്കൊക്കെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റും. അപ്പം ഈ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു വീട്ടിലുള്ള എല്ലാവരും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. മെമ്പേഴ്സ് ആയി 25 പേര് ഡിഫറെന്റ് ഫാമിലിയിലുള്ളവരായിരിക്കണം, ബന്ധുക്കളെ പറ്റത്തില്ല. ഓക്കെ, ഡിഫറെന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ അതിനകത്ത് പറ്റത്തില്ല. അതിന് കുറച്ചധികം ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അങ്ങനെ ഈ ചീഫ് പ്രൊമോട്ടർ മുൻകൈ എടുത്തുകൊണ്ട് 25 ഡിഫറെന്റ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ അതിനകത്ത് സ്ഥാപനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, സ്ഥാപനങ്ങളും വേണമെങ്കിൽ 25 പേരിൽ ഇൻഡിവിജ്വലിനോ, ഈ 25 ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥാപനങ്ങൾക്കൊക്കെ മെമ്പർ ആവാൻ പറ്റും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. അങ്ങനെ മെമ്പർ ആവാനല്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നടപടിക്രമങ്ങൾ, ആപ്ലിക്കേഷൻ കൊടുക്കണം. ആദ്യം നമ്മൾ രജിസ്ട്രാറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ആരാ? സോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആണ്. ഓക്കെ, എങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഏത് ഫോം നമ്പറിൽ കൊടുക്കണം, എത്ര ദിവസത്തിനകം കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് നമുക്ക് കിട്ടും, അഥവാ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്ന് തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ പഠിക്കണം, ഇതുമായി ബന്ധപ്പെട്ട ഫോമുകളും പഠിക്കണം. ഓക്കെ ആണേ. ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ല, ഏതൊരു ചോദ്യം നിങ്ങൾ എടുത്തു നോക്കിക്കോ, CSEBയുടെ മുൻവർഷ ചോദ്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി രജിസ്ട്രേഷന്റെ പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ്, അതുപോലെ തന്നെ ടൈം ലിമിറ്റ്, ഈ രജിസ്ട്രേഷനകത്ത് തന്നെ വരുന്നതാണ് ടൈം ലിമിറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ 60 ദിവസമാണ് എടുക്കുന്നത്. അഥവാ രജിസ്ട്രാറിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ അദ്ദേഹം 15 ദിവസത്തിനകം കാരണം ഈ ചീഫ് പ്രൊമോട്ടറിനെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ തുടങ്ങിയ അതിനൊരു എത്ര ടൈം പീരീഡിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പ്രൊസീജിയറുകൾ, അതുപോലെ തന്നെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എത്ര രൂപയാണ് ഒരു കോപ്പറേറ്റീവ് വായ്പാ സംഘമാണെന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപയും, വായ്പേതര സംഘമാണെങ്കിൽ 1 ലക്ഷം രൂപയുമാണ് ഷെയർ ക്യാപിറ്റൽ എത്തി വേണ്ടുന്നത്. ഓക്കെ, അങ്ങനെ എത്ര രൂപ ഷെയർ ക്യാപിറ്റൽ വേണം എന്ന് തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കാര്യങ്ങളെ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക,
CSEB ലോ എന്ന് എഴുതി. ലോ ടോപ്പിക് 1 ലോയ്ക്കകത്തെ ഒന്നാമത്തെ ടോപ്പിക്കാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ടോപ്പിക് 1 എന്ന് ഹെഡിങ് കൊടുക്കുക, രജിസ്ട്രേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. നിങ്ങൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. അവസാന നിമിഷം വീണ്ടും ഒന്നും കൂടി നോക്കാനായിട്ട് പറ്റും. ദെൻ ഇനി അടുത്ത നോക്ക്. അതുപോലെ തന്നെ ഇനി നമ്മൾ പറഞ്ഞത് ചേഞ്ച് ഇൻ നെയിം ഓഫ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ പേരുൾപ്പെടെയാണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്. പേര്, അതിന്റെ ബൈലോ എല്ലാം ഉൾപ്പെടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ സെക്ഷൻ 10 നമ്മൾ പേര് മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നത്. പേര് മാറ്റുന്നതും ഇതുപോലെ തന്നെയാണ്. രജിസ്ട്രാറിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ പേര് മാറ്റുന്നത്. സെക്ഷൻ 10 ചേഞ്ച് ഇൻ നെയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. അതും കൃത്യമായി പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ ഫോമുകളെ കുറിച്ചും വളരെ കാര്യമായിട്ട് പഠിക്കണം. ഫോം നമ്പർ 1, ഫോം നമ്പർ 2, ഫോം നമ്പർ 3, അങ്ങനെ ഫോമുകളെ കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായി പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണമെന്ന് മനസ്സിലായോ? കാര്യമായിട്ട് പഠിച്ചോണം. ഇനി അടുത്ത HDC കുട്ടികളെ പാസ്സായി വരുന്നത് ഓഗസ്റ്റിലാണ്. അടുത്ത നോട്ടിഫിക്കേഷന് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ജൂലൈ 30 ലാസ്റ്റ് ഡേറ്റ് വരുന്ന നോട്ടിഫിക്കേഷന് ഇത് ബാധകമല്ല. പക്ഷെ അതിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഓടാൻ അവരും കൂടി ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, ഫ്രഷ് ആയിട്ട് പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പ്രായം കുറവാണ്. അതുപോലെ തന്നെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ ഓൾറെഡി ക്ലാസ്സിൽ HDC പഠിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തവർ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നമുക്ക് കൂടെ ഓടാൻ കുറച്ചും കൂടി ഉത്സാഹമുള്ള മത്സരാർത്ഥികൾ വരും. അതുകൊണ്ട് നമുക്ക് ഓടിക്കയറാൻ പാടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എക്സാം മാറ്റി വെച്ചാലും എന്തായാലും ഡിസംബർ മുമ്പ് എക്സാം നടത്തിയിരിക്കും. ഡിസംബർ എന്തായാലും ഒക്ടോബറിൽ എക്സാം മിക്കവാറും ഉണ്ടാവും. അതിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം 2 നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഈ 2 എക്സാമും CSEBക്ക് നടത്തിയേ പറ്റത്തുള്ളൂ. സോ ഡിസംബറിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ വർഷം തന്നെ ഇവർ പരീക്ഷ നടത്തും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലാഗ് അടിച്ച് പഠിക്കാതിരിക്കരുത്. കൃത്യമായി പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി പഠിക്കുക. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുൻവർഷ ചോദ്യങ്ങൾ എടുത്ത് വെച്ച് അതിനെ വിശകലനം ചെയ്ത് പഠിക്കണം. അല്ലാതെ നമ്മൾ ഇത് വീണ്ടും ഞാനൊരു കാര്യം പറയാം, ഇതിനെ വിശകലനം ചെയ്ത് ഇതിന്റെ ഓപ്ഷനിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അല്ലാതെ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് കിട്ടത്തില്ല. എല്ലാത്തിനെ കുറിച്ചും നല്ലൊരു ഗഹനമായ അറിവുണ്ടാവണം. അതുപോലെ തന്നെ കണക്കിനും ഇംഗ്ലീഷിനും മാർക്ക് കുറയരുത്. GKക്ക് നമ്മൾ മാർക്ക് ഒരു 7 മാർക്ക് വരെ സ്കോർ ചെയ്യണം. എങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു 85 മാർക്ക് നിങ്ങൾക്ക് സേഫ് സോണാണ്. അതിൽ താഴെയൊക്കെ നമ്മൾ അത്ര സേഫ് അല്ല. ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് കാര്യമായിട്ട് പഠിച്ചോളുക. കുറച്ചധികം ബാങ്കുകൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, നിങ്ങൾക്ക് എത്ര ദൂരത്തിൽ പോകാൻ പറ്റുന്ന ബാങ്കുകളെല്ലാം നിങ്ങൾ വെക്കണം കേട്ടോ. ഓക്കെ, വേറെ ജില്ലകളിൽ പോയി ജോലി ചെയ്യാൻ സാഹചര്യമുള്ളവരാണെങ്കിൽ അതും പോയി പഠിക്കണം. വെച്ചിട്ട് നന്നായിട്ട് പഠിക്കണം. വെച്ചിട്ട് അവിടെ പോയി പഠിക്കണം എന്നല്ല പറഞ്ഞ്, അവിടെയും നമ്മൾ ഓപ്ഷൻ വെക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായി നിങ്ങൾ പഠിക്കണം. ഓക്കെ, കൃത്യമായ കാര്യം മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഇനിയാണ് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ കോപ്പറേറ്റീവ് ലോയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ലോയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുന്നത്, ഈ നിയമത്തിനകത്ത് എന്തെല്ലാമായിരിക്കും പറയുന്നത്, ഒരു സൊസൈറ്റിയെ എങ്ങനെ രജിസ്റ്റർ ചെയ്യും, ഇതിന്റെ പ്രൊസീജിയറുകൾ എന്തെല്ലാമാണ്. ഓക്കെ, ഇനി പിന്നെ എന്തായിരിക്കും പറയുന്നത്? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, 25 മെമ്പേഴ്സിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. എങ്കിൽ പോലും ഈ സൊസൈറ്റി കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുകയും ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വേണം. ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ഇപ്പം ചിട്ടികൾ തുടങ്ങുന്നു. ചിട്ടി തുടങ്ങുമ്പോഴും ആളുകൾ ചിട്ടിക്ക് ജോയിൻ ചെയ്യണ്ടേ? ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല. അവർ ചിട്ടിയിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മെമ്പറായേ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ അങ്ങനെ നമ്മൾ രണ്ടാമത് പറയുന്നത്, അപ്പോൾ അതിന് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. ഒരു സൊസൈറ്റിയുടെ ജനനം മുതൽ മരണം വരെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ജനിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് പുതിയ ആളുകൾ വരികയാണ്. മെമ്പർഷിപ്പ് പഠിക്കണം. സെക്ഷൻ 16 നമ്മൾ മെമ്പർഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ മെമ്പർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പറയണം. ആരെയൊക്കെയാണ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്, ആരെയൊക്കെയാണ് മെമ്പർ ആക്കാൻ പറ്റുന്നത്, ഒരാളാണ് A ക്ലാസ് മെമ്പർ ആകുന്നത്, ആരാണ് B ക്ലാസ് മെമ്പർ ആകുന്നത്, ആർക്കൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നു. സോ ആർക്കൊക്കെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ പിന്നെന്താ, ആക്റ്റീവ് മെമ്പർ ആരാണ്, ആക്റ്റീവ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ മെമ്പറിനെ അഡ്മിറ്റ് ചെയ്തു, അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അതുപോലെ തന്നെ എന്താ, മെമ്പേഴ്സിനെ പുറത്താക്കുകയും ചെയ്യും. എക്സ്പെൽഷൻ, പുറത്താക്കലുണ്ട്.
സെക്ഷൻ 17-നകത്താണ് നമ്മൾ പുറത്താക്കലിനെ കുറിച്ച് പഠിക്കുന്നത്. സെക്ഷൻ 17 നമ്മൾ എന്ത് പഠിക്കും? പുറത്താക്കലിനെ കുറിച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എപ്പോഴും CSEB ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്നറിയാമോ? വോട്ടിംഗ് റൈറ്റ്. എപ്പോഴാണ് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകുന്നത്? സെക്ഷൻ 19 പ്രകാരം നമ്മൾ എപ്പോഴാണോ ഷെയർ ക്യാപിറ്റൽ മുഴുവനായി അടച്ചു തീരുന്നത് അപ്പോഴാണ് നമുക്ക് വോട്ടിംഗ് റൈറ്റ്, എന്തെല്ലാം ഈ സൊസൈറ്റിയുടെ അസറ്റിന്മേൽ നമുക്കൊരു അവകാശമുള്ളത്, വോട്ടിംഗ് റൈറ്റ് ഉള്ളത്, വോട്ടിംഗ് റൈറ്റ് വരുന്നത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ പിന്നെന്താണ്? മെമ്പർഷിപ്പ് ബൈ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെമ്പർഷിപ്പ് ബൈ അഡ്മിനിസ്ട്രേറ്റർ. ഇത്രയും കാര്യങ്ങൾ, മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിക്കണം. എന്താ നമ്മൾ ആദ്യം പറഞ്ഞ രജിസ്ട്രേഷൻ, ഡൗട്ട് ഇല്ല, നമുക്കറിയാം. രണ്ടാമത്തെ ടോപ്പിക്കാണ് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ പഠിക്കണം. എന്താ മെമ്പർഷിപ്പ്? ഒരാളെ എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്, ഒരാളെ എങ്ങനെയാണ് പുറത്താക്കുന്നത്. ഓക്കെ. എപ്പോഴാണ് ഒരാൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്? അതായത് ഇലക്ഷന് 60 ദിവസം മുൻപ് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്തരം കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും കണക്റ്റഡ് ആണ്. മനസ്സിലായോ? ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ 13 മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി കാര്യമല്ല. എന്നുവെച്ചാൽ ഈ പറയുന്ന ടോപ്പിക് എല്ലാം വളരെ കാര്യമായിട്ട് പഠിക്കണം. ഇപ്പൊ മെമ്പർഷിപ്പ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അഡ്മിഷനെ കുറിച്ച് പറയും. അഡ്മിഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇലക്ഷന്റെ ഒരു പോയിന്റ് കൂടി പഠിക്കണം. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇലക്ഷൻ നടക്കുന്നതിന് 60 ദിവസം മുൻപ് അഡ്മിറ്റ് ആയ വ്യക്തിക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്രൈറ്റീരിയാസ് ഉണ്ട്. 3 വർഷം നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം വളരെ കാര്യമായിട്ട് നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പറഞ്ഞു, അഡ്മിഷനും മെമ്പർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടോപ്പിക് നമ്പർ 3, ഭരണസമിതി. എങ്ങനെയാ? എന്താ? നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് മെമ്പേഴ്സിനെയും കൊണ്ടുവന്നു. ഇനി എന്ത് വേണം? ഞങ്ങളെ ഭരിക്കാൻ ഒരാൾ വേണമെന്ന് പറയാണ്. ഭരണസമിതിയെക്കുറിച്ച് പറയുന്നു. ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണ രീതിയിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ആയിരിക്കും ഭരിക്കുന്നത്. നമ്മുടെ സഹകരണ സംഘങ്ങളുടെ നിയമം വളരെ വ്യത്യസ്തമാണ്. അവർക്ക് ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് അവരെ ഒന്ന് നോക്കത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ പവർ എന്ന് വെച്ചാൽ ഭരണസമിതിയാണ്. അവരിൽ നിന്നും സൊസൈറ്റിയുടെ A ക്ലാസ് മെമ്പേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഭരണസമിതിയിൽ ഉണ്ടാകുന്നത്. ഈ ഭരണസമിതിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ എന്ത് വേണം? ഭരണസമിതിയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജിംഗ് കമ്മിറ്റി. എന്തൊക്കെയാണ് ഇത് പറയുന്നത്? മാനേജിംഗ് കമ്മിറ്റി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പിന്നെ കോ ഓപ്ഷൻ, പ്രൊഫഷണലി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സൊസൈറ്റിയിലേക്ക് കോ ഓപ്റ്റ് ചെയ്യാറുണ്ട്. ബാങ്കിങ് മേഖലകളിൽ ബാങ്കിങ്ങും ലോയും ഒക്കെ നല്ല രീതിയിൽ അറിയാവുന്ന വ്യക്തികളെ നമ്മൾ ഭരണസമിതിയിലേക്ക് കോ ഓപ്റ്റ് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ വുമൺസിന്, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ദെൻ ഡെപ്പോസിറ്റ് ഹോൾഡറിന് റിസർവേഷൻ, 25,000 രൂപയിൽ കൂടുതൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു വോട്ടുണ്ട്. ഓക്കെ. അവരുടെ വോട്ടല്ല, ഒരു റിസർവേഷൻ ഉണ്ട്. അവർക്കൊരു റിസർവേഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്. എന്താണ് ഡെപ്പോസിറ്റ് ഹോൾഡറിന്റെ റിസർവേഷനെ കുറിച്ച്. ദെൻ നോ കോൺഫറൻസ് മോഷൻ. ഈ ഭരണസമിതിയിലെ പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂൾ 43A പ്രകാരം അവിശ്വാസ പ്രമേയം പാസ്സാക്കും. അവിശ്വാസ പ്രമേയം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞു, രജിസ്ട്രേഷൻ കഴിഞ്ഞു, മെമ്പേഴ്സിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി എന്താ? ഞങ്ങളെ ഭരിക്കാൻ ഒരാൾ വേണം. അതിനായിട്ട് ഭരണസമിതിയെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഭരണസമിതിയെ ഉണ്ടാക്കണം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ. എങ്ങനെയാണ് ഭരണസമിതിയെ ഉണ്ടാകുന്നത്, ഭരണസമിതി എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നതിനെ കുറിച്ചും, ദെൻ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, കോഓപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും, ഭരണസമിതിയിൽ പ്രൊഫഷണലി എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കോഓപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനെ കുറിച്ചും, വനിതകളുടെ റിസർവേഷൻ, വുമൺ റിസർവേഷനെ കുറിച്ചും, ദെൻ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തികൾക്കുള്ള റിസർവേഷനെ കുറിച്ചും, പിന്നെന്താ നമ്മൾ പറഞ്ഞേ, ഇവരെയൊക്കെ പുറത്താക്കുന്ന അവസ്ഥ. ഓക്കെ. എന്താണ് പറഞ്ഞത്? അതിന് നോ കോൺഫറൻസ് മോഷൻ, പ്രസിഡന്റിനെ പുറത്താക്കുന്ന അവസ്ഥ. ഓക്കെ. ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഇതൊരു പ്രൊസീജിയറായിട്ട് തന്നെ പഠിക്കണം. എങ്ങനെയാണ് നോ കോൺഫറൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത്, എത്ര പേര് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം പാസ്സാക്കാവൂ. ഒരവിശ്വാസ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞ് അത് പരാജയപ്പെട്ടാൽ അടുത്ത 6 മാസത്തേക്ക് പുതിയ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല, വാലിഡിറ്റി ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതെന്ത് ചെയ്യണം? ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 എന്ന് ഹെഡിങ് എഴുതുക. ഇതുമായി ബന്ധപ്പെട്ട് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി നിങ്ങൾ എഴുതി വെക്കുക. ഒരു 3 ദിവസം കൂടുന്തോറും നിങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വീണ്ടും ചെയ്യുക. ഓക്കെ. ഇനി നോക്ക്, അടുത്ത ടോപ്പിക്കാണ് ജനറൽ ബോഡി മീറ്റിംഗ്.
നമ്മുടെ ഭരണസമിതി ഉണ്ടല്ലോ, ഭരണസമിതിയുടെ എല്ലാവരെയും തിരഞ്ഞെടുക്കുക, ഈ ഭരണസമിതി ഉണ്ടായ ഒരു പൊതുയോഗമുണ്ടല്ലോ, അവരുടെ മീറ്റിംഗ്, ജനറൽ ബോഡി മീറ്റിംഗ്, വർഷത്തിൽ ഒരു തവണയെങ്കിലും ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിടണം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ദെൻ അതുപോലെ തന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, ആരെങ്കിലും പുറത്താക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാറുണ്ട്. ഇതിനെല്ലാം തന്നെ മിനിമം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മീറ്റിംഗ് വാലിഡ് ആകത്തുള്ളൂ, ക്വാറം എന്ന് അതിന് പറയുക. ദെൻ അതുപോലെ തന്നെ പവറുകൾ ഈ ഭരണസമിതിക്ക് അല്ലെങ്കിൽ താൽക്കാലികമല്ല പൊതുയോഗത്തിനും ഭരണസമിതിക്കും എന്തെല്ലാം കാര്യങ്ങളിലുള്ള പവർ, ഓരോ കാര്യത്തിനുമുള്ള പവർ, എന്തെല്ലാം കാര്യങ്ങളിലാണ് കഴിവുള്ളത്, ഏതെല്ലാം തീരുമാനങ്ങളാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കേ. ഇലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ഷൻ ഓക്കെ, ആരെ ഇലക്ട് ചെയ്യുന്ന? നമ്മുടെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആദ്യം നമുക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ, മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പഠിക്കണം. രണ്ടാമത് പറഞ്ഞ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട മെമ്പർഷിപ്പ് പഠിക്കുമ്പോൾ അഡ്മിഷനും പഠിക്കണം. എങ്ങനെയാ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അവരെ പുറത്താക്കുന്നത് എങ്ങനെയാണെന്നും പഠിക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ ഭരണസമിതിയെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഈ ഭരണസമിതി വന്നത് എന്നുള്ളതിനെക്കുറിച്ചും, എത്ര പേരുണ്ടെങ്കിലാണ് ക്വാറം വാലിഡ് ആകത്തുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇപ്പം പൊതുയോഗത്തിൽ നിന്നും, അതായത് മൊത്തത്തിലുള്ള ജനറൽ ബോഡിയിൽ നിന്ന് നമ്മളൊരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നു. കുറച്ച് ആൾക്കാരെ, ഒരു കൂട്ടം കുറേ എ ക്ലാസ് മെമ്പേഴ്സ് ഉണ്ടാവും, അവരിൽ നിന്നാണ് നമ്മൾ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് പൊതുയോഗത്തിൽ നിന്നും ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടത്തുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കണം. സെക്ഷൻ 28 ഭരണസമിതിയെക്കുറിച്ച് പറയുന്നത്, അപ്പോയിൻമെന്റ് ഓഫ് മാനേജിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നത്. 28AB ആണ് ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്ക്, ദെൻ ഇലക്ഷൻ ഫീസ് ഓരോന്നിനും എത്ര രൂപയാണ്? സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷൻ ഫീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ഷൻ ഫീസ് എപ്പോഴും CSEB ഒരു ചോദ്യം ഇലക്ഷൻ ഫീസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? റിട്ടേണിംഗ് ഓഫീസർ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്, ഇലക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇലക്ഷൻ തീർന്നത് വരെ അദ്ദേഹത്തിന് നല്ല തിരക്കുള്ള പണികളുണ്ട്. എന്തെല്ലാം ജോലികളാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത് കൃത്യമായി പഠിക്കുക. ദെൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, അതെല്ലാം തന്നെ കൃത്യമായി പഠിക്കണം. ഇലക്ഷൻ റൂളുകൾ മനസ്സിലായല്ലോ. അപ്പൊ ഇലക്ഷൻ ആണേ നമ്മൾ പറഞ്ഞ അടുത്ത ടോപ്പിക്ക്. ഇനി അടുത്ത ടോപ്പിക്ക് എന്താ നോക്കുക. ഇനി സൊസൈറ്റി എല്ലാം വന്ന് രജിസ്റ്റർ ചെയ്തു, ആൾക്കാരെ അഡ്മിറ്റ് ചെയ്തു, പിന്നെ പുറത്താക്കേണ്ടവരെ പുറത്താക്കി, പിന്നെ ഭരണസമിതി വന്നു, ഭരണസമിതി വരാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി എന്താ പറയാനുള്ളത്? വന്നു കഴിഞ്ഞ് ഇനി എന്തെങ്കിലും രീതിയിൽ ഇവർ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർഷങ്ങളോളം നഷ്ടത്തിലാണ് പോകുന്നത്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഭൂരിഭാഗം മെമ്പേഴ്സും രജിസ്ട്രാറിനോട് പറയുകയാണ് ഈ സൊസൈറ്റിയെ നിങ്ങൾ വൈൻഡപ്പ് ചെയ്തോളൂ എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ്, ആദ്യം നമ്മൾ സൃഷ്ടി അതിനെ നമ്മൾ ഒരെണ്ണത്തിനെ ഒരു പുതിയൊരു സൊസൈറ്റി വന്നു, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാനം ഇത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ വൈൻഡപ്പ് ചെയ്ത് ഇതിനെ ഇല്ലാതാക്കാനും പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ പിന്നീട് പഠിക്കേണ്ടത്. എന്താണ് വൈൻഡപ്പ് ഓർ ലിക്വിഡേഷൻ, വൈൻഡിങ് അപ്പ് ആൻഡ് ലിക്വിഡേഷൻ. സെക്ഷൻ 71 വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. സെക്ഷൻ 72 ലിക്വിഡേറ്ററിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിനെ കുറിച്ചും, ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ്, അതായത് നമുക്കിപ്പോൾ ലിക്വിഡേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡോക്യുമെന്റ്സ്, റെക്കോർഡ്സുകളെല്ലാം തന്നെ നശിച്ചു പോയാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചും, ഈ ലിക്വിഡേഷന് വേണ്ടിയിട്ട് എത്ര നാളാണ് എടുക്കുന്നത്, വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള കാലാവധി എത്രയാണ്, എത്ര നാൾ വരെ ഇവർക്ക് ഈ ഒരു പ്രൊസീജിയറുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകാം. ഒരു സൊസൈറ്റിയെ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്താൽ ലിക്വിഡേറ്റർ എത്ര നാൾ എടുത്തിട്ടാണ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി പഠിക്കണം. ഓക്കെ ആണേ. ഇനി അടുത്ത നോക്കേ, ഇത്രയെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി എന്തായാലും ഒരു സ്ഥാപനം വന്നാൽ തീർച്ചയായിട്ടും കണക്കും കാര്യങ്ങളും നോക്കണ്ടേ? കണക്കും കാര്യങ്ങളും നോക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് ഓഡിറ്റ്.
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. സെക്ഷൻ 63 നമ്മൾ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. നോക്ക്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ഓഡിറ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. ഇപ്പോഴാണ് ടീം ഓഡിറ്റ് വന്നിരിക്കുന്നത്. ടീം നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിൽ ഒരു ഇൻസ്പെക്ടർ വന്ന് ഓഡിറ്റ് ചെയ്യുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ടീം ഓഫ് ഓഡിറ്റ്, ടീം ഓഡിറ്റ്. DCA നമ്മുടെ ഓഡിറ്റിന്റെ ഹെഡാണ് നമ്മുടെ DCA. DCA പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് നടക്കുന്നത്. DCA. ദെൻ അതുപോലെ തന്നെ പെർഫോമൻസ് ഓഡിറ്റ്, ഓഡിറ്റിന്റെ പെർഫോമൻസ്. ദെൻ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ഭരണപരമായ ഓഡിറ്റ്. നിങ്ങൾക്കറിയാമോ, ശരിക്കും പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടല്ലോ, കൂടുതലും നല്ല സൊസൈറ്റികളുടെ മെയിൻ ബാങ്കിങ് ഫംഗ്ഷനുകൾ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സാമ്പത്തിക ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്താറുണ്ട്. ഈ സൊസൈറ്റികളും ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൊസൈറ്റികളിൽ ഫിനാൻഷ്യൽ ഓഡിറ്റും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ഉണ്ട്. എന്ന് വെച്ചാൽ ഭരണപരമായ കാര്യങ്ങളിലും ഓഡിറ്റ് നടത്തേണ്ടതായിട്ടുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ. ഈ സൊസൈറ്റിയിലെ മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തുന്നുണ്ടോ, മിനിറ്റ്സ് ബുക്ക് കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് തുടങ്ങി പലവിധ കാര്യങ്ങളും പറയുന്നതാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഭരണപരമായ കാര്യങ്ങൾ കൃത്യമായിട്ടാണോ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് എന്ത് പറയുന്നത്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തതാണ് എൻക്വയറി ഇൻസ്പെക്ഷൻ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു മെമ്പർ ലോൺ എടുത്തു, അടയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട്, അപ്പോൾ സൊസൈറ്റിയിലെ എംപ്ലോയീസ് പറയുകയാണ് അടച്ചിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലൈൻറ്റുകൾ വന്നാൽ എൻക്വയറിക്ക് ഓർഡർ ഇടാൻ പറ്റും. സെക്ഷൻ 65. ദെൻ നോക്കിക്കേ, എന്തൊക്കെയാ? എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 65 പറയുന്നത്. ദെൻ എൻക്വയറിയെ കുറിച്ചും സ്പെഷ്യൽ ടീം ഓഫ് ആൾക്കാരെ കൊണ്ട് നമ്മൾ എൻക്വയറി ചെയ്യിക്കും. എൻക്വയറി ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കും. മനസ്സിലായോ? നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ എന്താ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. ആരെയാണ് അഡ്മിറ്റ് ചെയ്ത് മെമ്പേഴ്സ് ആക്കുന്നത് അതും പഠിക്കണം. ഈ അഡ്മിറ്റ് ചെയ്ത മെമ്പേഴ്സിനെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും എല്ലാം തന്നെ നോക്കാൻ ഭരണസമിതി ഉണ്ടാവണം. അവരുടെ കാര്യം പഠിക്കണം. ദെൻ ഈ ഭരണസമിതി എങ്ങനെ വന്നു? ഇലക്ഷനിലൂടെ തെരഞ്ഞെടുത്തു. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ പഠിക്കണം. അവരേത് രീതിയിലാണ് ഇലക്ഷൻ നടത്തുന്നതെന്ന് പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഫോമുകൾ പഠിക്കണം. ആരെ അപ്പോയിന്റ് ചെയ്യുന്നു, റിട്ടേണിംഗ് ഓഫീസറിന്റെ എന്തൊക്കെ പദവികൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ഇലക്ഷന് വേണ്ടി ചെയ്യുന്നത് എന്നതും പഠിക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞത് എൻക്വയറി, ഓഡിറ്റിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. കണക്കും കാര്യങ്ങളും നോക്കണമല്ലോ. ഓഡിറ്റ് പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഓഡിറ്റും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ഉണ്ട്. ഇത് രണ്ടും വ്യക്തമായി പഠിക്കണം. പിന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ എൻക്വയറിക്ക് ഓർഡർ ഇടും. എൻക്വയറിയും ഇൻസ്പെക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇതും കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? വൈൻഡിങ് അപ്പിനെ കുറിച്ചും പഠിക്കണം. സെക്ഷൻ 71 നമ്മൾ വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കൂടുതൽ ആളുകളും അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ലീഗലി പ്രവർത്തിക്കുന്നു എന്ന് രജിസ്ട്രാറിന് മനസ്സിലായാൽ രജിസ്ട്രാറിന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വൈൻഡിങ് അപ്പ് ഓർഡർ ഇടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് സൊസൈറ്റിയിൽ ചെയ്യുന്നത് എന്നത് നമ്മൾ കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പലതരത്തിൽ തർക്കങ്ങൾ വരത്തില്ലയോ? സൊസൈറ്റിയും വേറൊരു സൊസൈറ്റിയും തമ്മിൽ തർക്കമുണ്ടായേക്കാം. അതുപോലെ തന്നെ സൊസൈറ്റിയും മെമ്പേഴ്സുമായി തർക്കങ്ങൾ ഉണ്ടാകാം, അല്ലെ? പല രീതിയിൽ എന്തായാലും ഏതൊരു സ്ഥാപനമായാലും ഒരു വീടായാലും പല ടൈപ്പ് ആളുകളാണുള്ളത്, അല്ലെ? സ്വാഭാവികമായിട്ടും തർക്കങ്ങൾ ഉണ്ടാകും. തർക്കങ്ങളെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നത്, അല്ലേ? സോ തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്, സെക്ഷൻ 2I നമ്മൾ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ കൃത്യമായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഈ ഡെഫിനിഷൻസ് പഠിച്ചിരിക്കണം. ഒരു ഡെഫിനിഷൻസ് ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ച് എല്ലാ ദിവസവും നോക്കണം. ഒരു 2 റൗണ്ട് ഒന്ന് വായിച്ചു പോകണം. ദിവസവും വായിച്ചു പോകണ്ട. നിങ്ങൾ സെക്ഷൻ 2A അപ്പെക്സ് സൊസൈറ്റി, 2A അസിസ്റ്റഡ് സൊസൈറ്റി, 2E കമ്മിറ്റി, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. മനസ്സിലായോ? 2I ഡിസ്പ്യൂട്ട്, ഇതെല്ലാം ഒന്ന് എഴുതി വെച്ചതിന് ശേഷം ഒരു 3-4 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഈ ഡെഫിനിഷൻസും കൂടി പഠിക്കണം. കഴിഞ്ഞ ദിവസം ഫിനാൻസിങ് ബാങ്ക്, അതുപോലെ തന്നെ
ഈ ഫെഡറൽ സൊസൈറ്റി, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പല തവണയും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കിത് കൺഫ്യൂഷൻ ആവും. നമ്മളിത് വായിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. എപ്പോഴും CSEB എഴുതുന്ന 4 ഓപ്ഷനുകളിൽ 2 കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് നോർമലി 2 നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം, പക്ഷെ 2 പഠിക്കാത്ത ഒരാൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. എന്നുവെച്ചാൽ ഒരുവിധം ഒരു ആവറേജ് അറിയാവുന്ന ഒരാൾക്ക് 2 കൺഫ്യൂഷൻ വരും. നന്നായിട്ട് പഠിച്ചവർക്കേ ഉള്ളൂ ഇതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞ്, ആർബിട്രേഷൻ ആൻഡ് ട്രിബ്യൂണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിബ്യൂണൽ സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. ആർബിട്രേഷൻ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട്, ഓക്കെ, നമുക്ക് പണപരമായ തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്, പണപരമല്ലാത്ത തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. പണപരമായ തർക്കങ്ങളാണെങ്കിൽ നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്തേക്കും, പണപരമല്ലാത്ത തർക്കങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർബിട്രേഷൻ കോടതിയുടെ അടുത്തേക്കുമാണ് പോകുന്നത്. ഈ തർക്കങ്ങൾ ഉണ്ടായി അവർ തന്ന ഈ രജിസ്ട്രാർ ആയിക്കോട്ടെ, ആർബിട്രേഷൻ കോടതി ആയിക്കോട്ടെ തന്ന മറുപടിയിൽ നമുക്ക് തൃപ്തിയില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും, ട്രിബ്യൂണലിലേക്ക് പോകും. ഓക്കെ, ദെൻ അതാണ് പറയുന്നത്, അത് കൃത്യമായി പഠിക്കണം. ദെൻ സെക്ഷൻ 70A വളരെ കൃത്യമായി പഠിക്കണം. ആർബിട്രേഷൻ കോടതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെയാണ് 69A കേട്ടോ, ഓംബുഡ്സ്മാനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. തർക്കങ്ങളുമായി ബന്ധപ്പെട്ട്, ബാങ്കിങ് തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. ദെൻ 70A, ദെൻ പിന്നെ എന്താ പഠിക്കണ്ടേ, ആർബിട്രേഷൻ കോടതി, ട്രിബ്യൂണൽ, അപ്പീല്. നമ്മൾ രജിസ്ട്രാറും നമ്മുടെ ആർബിട്രേഷൻ കോടതിയും എന്തെങ്കിലും വിധി തന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാനായിട്ട് പറ്റും. ഇതിൻ്റെ മേൽക്കോടതിയിലേക്ക് നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും. അതാണ് പറയുന്നത് അപ്പീൽ. ദെൻ റിവ്യൂ, എടുത്ത തീരുമാനത്തിനെ ഒന്നും കൂടി നോക്കൂ എന്ന് പറയുന്നതാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. എടുത്ത തീരുമാനം ഒന്നും കൂടി റിവ്യൂ ചെയ്യുന്നു. ഓക്കെ, സെക്ഷൻ 85 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഇതും കൃത്യമായി നമ്മൾ പഠിക്കണം. അടുത്ത് നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും 1-2 ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് വരാറുണ്ട്. ഫണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പറഞ്ഞ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ജനിക്കുന്നു, അതിലേക്ക് പുതിയ പുതിയ ആളുകൾ വരുന്നു, ദെൻ അതിനുശേഷം അവരെ മാനേജ് ചെയ്യാനായിട്ട് ഭരണസമിതി വരുന്നു, ഈ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഇലക്ഷൻ പ്രൊസീജിയറുകൾ വരുന്നു, ദെൻ ഇവരുടെ സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ വൈൻഡിങ് അപ്പ് ഓർഡർ വിടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷണത്തിന് വിടുന്നു, ഇൻസ്പെക്ഷൻ നോക്കാം. ഓക്കെ, എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷന് വിടുന്നു. അതിനുശേഷം നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് തോന്നിയാൽ അവയെ വൈൻഡപ്പ് ചെയ്യാൻ പറയുന്നു. വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയറുകൾ ലിക്വിഡേറ്റർ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ പണപരമായ തർക്കങ്ങളുണ്ട്, പണപരമല്ലാത്ത തർക്കങ്ങളുണ്ട്. പണപരമായ തർക്കങ്ങൾ രജിസ്ട്രാറിൻ്റെ അടുത്തേക്കും, പണപരമല്ലാത്ത തർക്കങ്ങൾ ആർബിട്രേഷൻ കോടതിയുടെ അടുത്തേക്കും നമ്മൾ പോകുന്നു. ഇവർ രണ്ടും പറയുന്ന മറുപടിയിൽ ഈ ഒരു 2 കേസിൽ നമ്മൾ പോകുമ്പോൾ, ഓക്കെ, ഈ കേസിലൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് സംതൃപ്തമായ ഒരു മറുപടി അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിബ്യൂണലിലേക്ക് പോകാൻ പറ്റും. ട്രിബ്യൂണൽ എടുത്ത തീരുമാനവും കറക്റ്റ് അല്ല എന്ന് നമുക്ക് തോന്നിയാൽ വീണ്ടും നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റും, റിവ്യൂ ഓർഡർ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രം പോരാലോ, ഇവർക്ക് നഷ്ടം വന്നാൽ, ഇപ്പം നമ്മൾ ഇൻഷുറൻസിൻ്റെ കാലമല്ലേ, എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു, എല്ലാവരും ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു. കാര്യം മനുഷ്യന് ആയുസും കുറവാ, പല അന്യരോഗങ്ങളോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കുന്നു. എന്നതുപോലെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പലതരത്തിലുള്ള ഫണ്ടുകളുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ടുകളെല്ലാം ഉള്ളത്. വളരെ കാര്യമായിട്ട് പഠിക്കണം. നോക്കിക്കേ, എന്തൊക്കെയാ, റിസർവ് ഫണ്ട്, ലാഭത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്നതാണ് റിസർവ് ഫണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫണ്ട്, ഓക്കെ, അതും ലാഭത്തിൽ നിന്ന്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് സെക്ഷൻ 56 പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പഠിക്കണം. സെക്ഷൻ 56 പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാഭത്തിൽ നിന്നും ഇത്ര ശതമാനം വീതം നമ്മൾ ഓരോ ഫണ്ടിലേക്ക്, റിസർവ് ഫണ്ടിലേക്ക് 15% താഴെ മാറ്റി വെക്കണം, എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ തന്നെ 25% കൂടുതൽ നമുക്ക് ലാഭത്തിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഈ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് പറയുന്ന സെക്ഷൻ 56 കൃത്യമായി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫണ്ടുകൾ ഏതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എത്ര രൂപയാണ് മാറ്റിവെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, റിവൈവൽ ഫണ്ട് ഉണ്ട്, സെക്ഷൻ 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ദെൻ റിസ്ക് ഫണ്ട് പഠിക്കണം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട്, പലപ്പോഴും നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി ഇല്ല. നേരെ മറിച്ച് നാഷണലൈസ്ഡ് ബാങ്കിൽ എത്ര ലക്ഷം രൂപ കൊണ്ടിട്ടാലും നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്, നമുക്കൊരു സമാധാനമുണ്ട്. പലിശ കുറവാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അത് കിട്ടും. കോടികൾ കൊണ്ടിട്ട് കോടികൾ അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്ക് തരും. പക്ഷേ സൊസൈറ്റികളെ ഓർത്ത് നമുക്ക് ടെൻഷനാണ്. അപ്പോഴൊക്കെ
10 ലക്ഷം രൂപ വരെയുള്ളതിന് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നേ 2025 ശേഷം വന്നതാണ് കേട്ടോ. ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ലേറ്റസ്റ്റ് ആയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് വരെ, നേരത്തെ 5 ലക്ഷമായിരുന്നു, അത് ഇപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപ വരെയുണ്ട്. അതും കൂടി മാറ്റി കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട്, കോമൺ ലിക്വിഡേഷൻ ഫണ്ട് എല്ലാം പഠിക്കണം. ഇനി എന്താ, സെക്ഷൻ 59A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെല്ലാം പ്രോപ്പർട്ടി ഉണ്ട്, ഇതിന് എത്ര രൂപ വിലയുള്ള പ്രോപ്പർട്ടീസ് ആണുള്ളത് എന്നതിനെ കൃത്യമായി വാല്യൂ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, പുതിയ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, ലോണുകളെ റിസ്ട്രക്ചർ ചെയ്തിട്ടുണ്ടോ. എങ്ങനെയാ, ചിലപ്പോൾ ഒരാൾ 5 ലക്ഷം രൂപ ലോൺ എടുത്ത് കേട്ടോ, ഈ 5 ലക്ഷം രൂപ ലോൺ എടുത്ത ആള് 3 ലക്ഷം രൂപയൊക്കെ അടച്ച്, പക്ഷെ ആൾ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേണമെങ്കിൽ ലോണൊന്ന് പുതുക്കി വയ്ക്കാന്ന് പറയുന്നു. അവർക്കറിയത്തില്ല, ഇവരറിയാം പുതുക്കി വയ്ക്കുമ്പോൾ നല്ല ലാഭമെന്ന് വിചാരിക്കും. പക്ഷേ പുതുക്കി വെച്ചിട്ട് ചിലപ്പം പുതിയൊരു ലോണായിട്ട് ഇവർക്കൊരു 5 ലക്ഷം രൂപ ലോണായിട്ട് കൊടുക്കും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഇവർ അടച്ച തുകയ്ക്കും വർഷങ്ങൾക്ക് മുൻപ് എടുത്ത ലോണുകളൊക്കെ അങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാറുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി പ്രവർത്തിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കിയ ശേഷം മാത്രമേ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ലീസിങ് അസറ്റ്സ്. ഓക്കെ, അസറ്റ് ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു വൈൻഡിങ് അപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ വൈൻഡിങ് അപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്താൽ, ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസും ലാഭത്തിലാണെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? നേരെ മറിച്ച് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം വൈൻഡപ്പ് ചെയ്താൽ മതി. ഇതങ്ങനെയല്ല, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ലാഭത്തിലാണ്, സൊസൈറ്റി നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മെയിൻ സൊസൈറ്റി ആയിട്ടുള്ള സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൊസൈറ്റി വൈൻഡിങ് അപ്പിലേക്ക് പോകും. ഓക്കെ, പിന്നെ നമ്മൾ പറയേണ്ടത് എന്താ, സൂപ്പർ സെഷൻ. ഭരണസമിതിയെ പുറത്താക്കുന്നതിനെ കുറിച്ചുള്ള അവസ്ഥയാണ്. എന്താ, ഒരു ഭരണസമിതി കൃത്യമായി ജനറൽ ബോഡി മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാതിരിക്കുക. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എതിരായിട്ട് പ്രവർത്തിക്കുക, ഭരണസമിതി ഇല്ലീഗൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുക, പല 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 സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളിലും എങ്ങനെ സൂപ്പർ സെഷൻ എങ്ങനെയാണ് നടത്തുന്നത്, പുറത്താക്കൽ എങ്ങനെയാണ് നടത്തുന്നത്, സൂപ്പർ സെഷൻ പുറത്താക്കിയതിനു ശേഷം സെക്ഷൻ 32 പ്രകാരം പുറത്താക്കിയതിനു ശേഷം താൽക്കാലിക കമ്മിറ്റിയെ നമ്മൾ സെക്ഷൻ 33 പ്രകാരം അപ്പോയിന്റ് ചെയ്യാറുണ്ട്, താൽക്കാലിക കമ്മിറ്റി കേട്ടോ. ഇനി പിന്നെന്താണ് പറയുന്നത്, ഗവൺമെന്റിന്റെ പവർ എന്തെല്ലാം ഉണ്ട്. ഗവൺമെന്റിന് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ നോക്കാനുള്ള പവറേ ഉള്ളൂ, അവരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇല്ല. അവർ ശരിയായ കാര്യങ്ങളാണോ ചെയ്യുന്നതെന്ന് കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനേ പറ്റൂ. അല്ലാണ്ട് ഫുൾ കൺട്രോളിങ് പവർ നമ്മുടെ ഗവൺമെന്റിനില്ല. പിന്നെന്താ നമ്മൾ പഠിച്ചേ, ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ്. സെക്ഷൻ 63 കൃത്യമായ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വർഷാവർഷം ഓഡിറ്റ് നടത്തിയിരിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് യൂണിഫോം സർവീസ് റൂള്. എല്ലായിടത്തും കൃത്യമായ റൂളുകളുണ്ട്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നതും അതിന്റെ ഓഡിറ്റ് നടത്തുന്നതിനും കൃത്യമായ റൂളുകൾ പറയുന്നുണ്ട്. യൂണിഫോം ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെയുള്ള റൂളുകളുണ്ട്. അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ചധികം റൂളുകളും സെക്ഷനുകളും ഉണ്ട്. സ്ഥിരമായി ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോക്കിക്കേ, റൂള് 50A ഭരണസമിതിയിലെ മെമ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിനടുത്ത് നോക്കിക്കേ, റൂള് 56 റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ലോൺ ഗ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചേർത്ത് പഠിക്കണം റൂള് 83 റൂള് 170A. അതായത് നമ്മൾ 170 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് പെൻഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. കാര്യം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ജോലിക്ക് പോകേണ്ട ആളുകളാണ് നിങ്ങൾ. ഓക്കെ, അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. റൂള് 170A 178A ഒക്കെ പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സെക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്. സെക്ഷൻ 10 നമ്മൾ പഠിച്ചതാണ്, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഞാൻ സെക്ഷൻ 10 പറഞ്ഞായിരുന്നു. ചേഞ്ചിങ് നെയിം ഓഫ് സൊസൈറ്റിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ചോദിക്കുന്നതാണ് 14A ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ
സൊസൈറ്റിയുടെ ലാഭത്തിൽ നിന്നും പുതിയ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നതിന് പറയുന്ന പേരാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14A. ദെൻ നോക്കിക്കേ 16, സെക്ഷൻ 16 നമ്മൾ ആദ്യമേ പറഞ്ഞ ഹൂ മേ ബിക്കം മെമ്പേഴ്സ്, ആർക്കാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ പറ്റുന്നത്. ദെൻ അടുത്ത നോക്കിക്കേ 16B, അതായത് 16B എന്ന് പറഞ്ഞാൽ ആപ്കോ സൊസൈറ്റികളിൽ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ക്രൈറ്റീരിയ ഫോളോ ചെയ്തിരിക്കണം. നമ്മളൊരു A ക്ലാസ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ ജീവിച്ചാൽ മതി. ഓക്കെ, പക്ഷേ ആപ്കോ സംഘങ്ങളിൽ മിൽമയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം 4 ടയറിലാണ്, 3 ടയറിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള മിൽമ. ഓക്കെ, ഈ മിൽമയിൽ നമ്മുടെ ആപ്കോ സംഘങ്ങളിലെ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഒന്നാമത്തെ കാര്യം നമ്മൾ പശു വളർത്തൽ ഉപജീവന മാർഗമായിരിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറവയുള്ള പശു ഉണ്ടായിരിക്കണം, കൃത്യമായ സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്നവരായിരിക്കണം. ഓക്കെ, അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആപ്കോ സംഘങ്ങളിൽ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 16B. കൃത്യമായി പഠിക്കണം. ദെൻ സെക്ഷൻ 17 എന്താ, പുറത്താക്കലിനെ കുറിച്ച്, എക്സ്പെൽഷനെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കണം. ഇനി അടുത്ത എന്താണ്, 28 അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മിറ്റി. ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു ഭരണസമിതി അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 28 അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മിറ്റിയെ കുറിച്ചും സെക്ഷൻ 28AB എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നു, ഇലക്ഷൻ നടത്തി അപ്പോയിന്റ് ചെയ്യുന്നു, ഇലക്ഷനെ കുറിച്ചും സെക്ഷൻ 28AB പറയും. ഓക്കെ, ഇതിനടുത്ത് നോക്കിക്കേ സെക്ഷൻ 32 എന്ന് പറഞ്ഞാൽ എന്താ, പിരിച്ചുവിടുന്നതിനെയാ പറയുന്നത്. ഭരണസമിതിയെ പിരിച്ചുവിട്ട് താൽക്കാലിക ഭരണസമിതിയെ നിലവിൽ വരുന്നു. താൽക്കാലിക ഭരണസമിതി വരുന്ന സെക്ഷൻ 33. അപ്പോൾ ഭരണസമിതിയെ പിരിച്ചുവിടുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സൂപ്പർ സെഷൻ. സൂപ്പർ സെഷൻ നടത്തുന്നത് സെക്ഷൻ 32. ദെൻ പിന്നെ നോക്കിക്കേ സെക്ഷൻ 56 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാഭത്തിൽ നിന്നും 15% റിസർവ് ഫണ്ട്, 15% കുറയാത്ത തുക എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം, 25% കൂടാൻ പാടില്ല. ഓക്കെ, നമ്മൾ ലാഭത്തിലേക്ക് മാറ്റണം. അങ്ങനെയുള്ള കുറേ ലാഭത്തിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്ത് മാറ്റുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്, സെക്ഷൻ 57A വളരെ കാര്യമായിട്ട് പഠിക്കണം. സെക്ഷൻ 57A കൃത്യമായി പഠിക്കണം. അടുത്ത സെക്ഷൻ 57E കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട്. 57A, B അതുപോലെ തന്നെ B എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, E എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട്. ഏത് ചോദ്യം നിങ്ങൾ എടുത്തു നോക്കിക്കോ, 57ABC എയോ ബിയോ അല്ലെങ്കിൽ ഡിയോ ഒക്കെ വരാറുണ്ട് പലപ്പോഴും. നോക്കിയാൽ മതി കേട്ടോ. അടുത്ത എന്താണ്, സെക്ഷൻ 59A വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി വാല്യൂ ചെയ്യണം. ലോൺ കൊടുക്കുന്നതിന് മുമ്പ് പ്രോപ്പർട്ടി വാല്യൂ ചെയ്യണ്ടേ. വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻറ്റ്. ദെൻ സെക്ഷൻ 63 ഓഡിറ്റ്. കണക്കുകളും കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കണ്ടേ, സോ ഓഡിറ്റ്. ദെൻ 65 എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടണം, എൻക്വയറി. പിന്നെന്താ പറഞ്ഞേ, സെക്ഷൻ 68A. സെക്ഷൻ 68 ആണെങ്കിൽ സർചാർജ്. സർചാർജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നഷ്ടമുണ്ടാക്കിയാൽ ആ വ്യക്തി സൊസൈറ്റിക്ക് ഉണ്ടായ നഷ്ടം അദ്ദേഹം തന്നെ നികത്തേണ്ടതായിട്ടുണ്ട്. 68 സർചാർജ്. 68A എന്ന് പറഞ്ഞാൽ വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്നതാണ്. മാൽ പ്രാക്ടീസസുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ വിജിലൻസ് ഓഫീസർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുമായിട്ട് ബന്ധപ്പെടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 68A. ദെൻ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടപടികൾ എടുക്കുന്നു 68B കേട്ടോ. പിന്നെയാണ് നമ്മുടെ സെക്ഷൻ 70A ആർബിട്രേഷൻ കോടതി. നമ്മുടെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന ആർബിട്രേഷൻ കോടതി. പിന്നെന്താ പറയുന്നത്, സെക്ഷൻ 85 റിവ്യൂ ഓർഡർ ബൈ ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ ഇട്ട ഓർഡർ വീണ്ടും റിവ്യൂ ചെയ്യുന്നു. ഓക്കെ, കോപ്പറേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ സെക്ഷൻ 81 കോപ്പറേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. രജിസ്ട്രാറും ആർബിട്രേഷൻ കോടതിയും പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിബ്യൂണലിലേക്ക് പോകാം. സെക്ഷൻ 81 ട്രിബ്യൂണലിൽ പോകാം. ഓക്കെ, അവർ തന്ന ഓർഡറിൽ വീണ്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിടാം, റിവ്യൂ ഓർഡേഴ്സ്. ദെൻ 96 അഡ്രസ് ഓഫ് ദ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, അതിൻ്റെ അഡ്രസ്സ് എവിടെയാണ് എന്നുള്ളത്. ദെൻ നോക്കിക്കേ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ. ഒരു പോലീസ് ഓഫീസറിനെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 68B പഠിച്ചായിരുന്നു. അപ്പോൾ പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏത് രീതിയിലാണ്. ദെൻ എന്താ പറയുക,
പവർ ടു മേക്ക് റൂളുകൾ മേക്ക് ചെയ്യാനുള്ള പവർ ഗവൺമെന്റിനാണ് റൂൾ മേക്കിംഗ് പവർ ഉള്ളത്. അതിനെക്കുറിച്ച് പറയുന്നത് 109. പിന്നെ റിപ്പീൽ ആൻഡ് സേവിങ്സിനെ കുറിച്ചാണ് സെക്ഷൻ 110 പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? രജിസ്ട്രേഷന്റെ ഫുൾ പ്രൊസീജിയറുകൾ പഠിക്കണം, ഫീസ് പഠിക്കണം, ഓക്കെ, അതെല്ലാം കൃത്യമായി പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ആലോചിച്ചോക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മെമ്പേഴ്സ് ചേർന്നെങ്കിൽ മാത്രമല്ലേ സൊസൈറ്റി പ്രവർത്തിക്കത്തുള്ളൂ. സോ മെമ്പേഴ്സ് വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഭരിക്കാൻ ഒരു ഭരണസമിതി വേണ്ടേ? സോ ഭരണസമിതി വന്നു. ഓക്കെ, ഭരണസമിതി വരണം എന്നുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണ്ടേ? ഇപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഇലക്ഷൻ എങ്ങനെ നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ ഇലക്ഷനുമായിട്ടൊക്കെ ആൾക്കാരെല്ലാം വന്ന്, പക്ഷെ ഇവർ പ്രവർത്തിക്കുന്ന നല്ല രീതിയിലല്ല. എന്ത് ചെയ്യുന്നു? എൻക്വയറി നടത്തുക. സെക്ഷൻ 65 പ്രകാരം എൻക്വയറി നടത്തി ഇവരെ പുറത്താക്കാൻ നോക്ക്. ഓക്കെ, ലിക്വിഡേഷനും വൈൻഡിങ് അപ്പിനെ കുറിച്ചും പറയുന്നു. ഓക്കെ, സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിൽ കണക്കും കാര്യങ്ങളും പരിശോധിക്കണ്ടേ? ഫിനാൻഷ്യൽ ഓഡിറ്റും വേണം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും വേണം. ഓക്കെ, എന്നാ അങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്യേ, അതും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കണ്ടു പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഓഡിറ്റിന്റെ ക്ലാസ് ആയാലും എല്ലാ ക്ലാസ്സുകളും നമ്മൾ വളരെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ ക്ലാസ്സുകൾ തന്നെ കണ്ട് നിങ്ങൾ കൃത്യമായി നോട്ടാക്കി, കൃത്യമായി അതുമായി ബന്ധപ്പെട്ട സെഷനുകൾ, അതുമായി ബന്ധപ്പെട്ട റൂളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ. അപ്പോൾ ടോപ്പിക് 1 എന്ന് കൊടുത്ത് രജിസ്ട്രേഷൻ എന്ന് കൊടുത്തിട്ട് അതിന്റെ കാര്യങ്ങൾ എഴുതി വെക്കുക, ദിവസങ്ങൾ വേറെ നോട്ട് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ ഇത് എങ്ങനെയാണ് നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയാണ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ എന്താ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വരുന്നതാണ്. രജിസ്ട്രാർ ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുന്നത്, നിലനിർത്തുന്നത്, അതുപോലെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ ഓർഡർ വിടുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഈ തർക്കത്തിന് ഓർഡർ ഇട്ട് കഴിയുമ്പം അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ട്രിബ്യൂണലിൽ എടുത്തു പോകുന്നു. അദ്ദേഹം പറഞ്ഞ ഓർഡറിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നു സെക്ഷൻ 85 പ്രകാരം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് ലോയുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ വളരെ പുഷ്പം പോലെ എഴുതാം. ഞാനാണ് പറയുന്നത്. പക്ഷെ ഇത്രയും കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം എഫേർട്ട് എടുക്കണം. ഓക്കെ, കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കാര്യങ്ങൾ വന്ന വഴി മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാവോ, ഒരു 4 or 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 or 3 മാർക്ക് കട്ട് ഓഫ് കുറച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേരാണ് ആ ലിസ്റ്റിൽ വരുന്നത്. 1 or 2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് പലരും ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത്. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കണം, കാര്യമായിട്ട് പഠിച്ചോളുക. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടി അധികം കിട്ടിയിട്ടുണ്ട്. അധികം കിട്ടിയിരിക്കുന്ന സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അതല്ലാതെ ഇനി ഇപ്പോഴെങ്കിലും പരീക്ഷ ഒന്നും വരത്തില്ല, പഠിക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി നമുക്ക് കോർപ്പറേഷന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസിനെ അവലോകനം ചെയ്ത് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര ഈസി ആയിപ്പോയി, നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചാൽ പോയി. പിന്നെ 15 മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ പഠിച്ചാൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലുള്ള ഡിസ്കഷൻ ക്ലാസ്സുകൾ നടത്തും. കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ ഡിയർ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.